നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 48-ാമത്തെ വാക്യം. The Gospel according to Saint Mark, chapter 10, verse 48. Jesus, the Son of David, have mercy on me. ഈ ഭാഗത്തെ ബർത്തിമായെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ആരാണ് ബർത്തിമായി? അതൊരു പേരല്ല. അതിൻ്റെ അർത്ഥം തിമായിയുടെ മകനായിട്ടുള്ളവൻ എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ കുരുടനായിട്ടുള്ള മനുഷ്യന് പേരില്ല. പേരില്ലാത്ത ഒരുവനെയാണ് കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാനിടയാവുന്നത്. എന്നാൽ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവനൊരു കുരുടനായിരുന്നു എന്നത്. ഞാൻ അടുത്ത സമയത്ത് ഒരു കുരുടനായിട്ടുള്ള മനുഷ്യനെക്കുറിച്ച് വായിക്കുകയുണ്ടായി. രണ്ട് കണ്ണും കാണുന്നതായുള്ളൊരു മനുഷ്യൻ വൈകിട്ട് ലേറ്റായിട്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനായിട്ട് ഒരുമിടുമ്പോൾ അവൻ ചാറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അല്പനേരത്തേക്ക് തൻ്റെ മുമ്പിൽ വന്നു നിന്നതായിട്ടുള്ള അന്ധനായിട്ടുള്ള മനുഷ്യനെ മനസ്സിലാക്കുന്നതിന് സാധിച്ചില്ല. എന്നാൽ അവന് മുമ്പോട്ട് പോയി വേറൊരാളുടെ അടുത്തൊക്കെ ഭിക്ഷയൊക്കെ യാചിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ അവനെ കണ്ടു. നടന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു തുണ്ട് കടലാസിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു: ഈ റോഡ് കടക്കുവാൻ്റെ കൊണ്ട് എന്നെ സഹായിക്കണം. എനിക്ക് കാഴ്ചയുമില്ല, കേൾവിയുമില്ല. ഈ റോഡ് കടക്കുവാൻ എന്നെ സഹായിക്കണം. നേരം നന്നേ വൈകി എങ്കിൽ തന്നെയും ആ തുണ്ട് കടലാസ് കണ്ട അവസരത്തിൽ അവനെ സഹായിച്ചിട്ടല്ലാതെ വീട്ടിൽ പോകണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിൻ്റെ കരുത്തിൽ പിടിച്ച് റോഡിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, എന്നെ ബസ്സിൽ കയറ്റുന്നതിനായിട്ടൊന്ന് സഹായിക്കണം. ഞാൻ ബസ്സിൽ കയറി ഞാൻ താമസിക്കുന്നിടത്ത് പോകുന്നതിനായിട്ടുള്ള ആളാണ്. ബസ് വരാൻ താമസിച്ചപ്പോൾ അന്ധനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നുണ്ട്, അടുത്തുള്ള കടയിൽ പോയി അല്പം വെള്ളം കുടിക്കാം. അവർ രണ്ടുപേരോട് നടന്ന് അടുത്തുള്ള കടയിൽ ചെന്നു. ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി അന്ധനായുള്ള മനുഷ്യനെ കൊടുത്തു. ചില്ലറ ബാക്കി വന്നത് ഒരു തുണ്ടെടുത്തിട്ട് അതിലൊരു തുകയെടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടിട്ട് ബാക്കിയുള്ളതും കൊടുത്തു. അന്ധനായിട്ടുള്ള മനുഷ്യനല്ലേ. അവനെ ബസ്സിൽ കയറ്റി വിടാനായിട്ട് ബസ് വന്നതായിട്ടുള്ള അവസരത്തിൽ സഹായിച്ചു. അങ്ങനെ സഹായിച്ചതായിട്ടുള്ള അവസരത്തിൽ ആ ഡ്രൈവറോട് പറഞ്ഞു, ഈ മനുഷ്യനെ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായുള്ള സ്ഥാനത്ത് ഇറങ്ങിപ്പോകാനായിട്ടൊന്ന് സഹായിക്കണം. ഡ്രൈവറെ സംബന്ധിച്ചു, ഞാൻ സഹായിച്ചോളാം. എന്നാൽ പോകുന്നതിന് മുമ്പേ അദ്ദേഹം ചോദിച്ചു, ചെവി കേൾക്കാൻ പാടില്ലാത്ത ആളിനോടും കണ്ണ് കാണാൻ പാടില്ലാത്ത ആളിനോടും എങ്ങനെ ചോദിക്കുന്നത്? അതുകൊണ്ട് കയ്യിൽ എഴുതി ചോദിച്ചു, ആർ യു ഓക്കെ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഐ ആം ഓക്കെ. എന്നിട്ട് മടക്കി അദ്ദേഹത്തോട് പറയുന്നതിനായിട്ട് ആഗ്രഹിച്ചതായുള്ള കാര്യം പേപ്പറിൽ എഴുതി. അങ്ങനെയാണ് വായിക്കുന്നതിന് മറ്റുള്ളവർക്ക് സഹായിക്കുന്നത്. പേപ്പറിൽ എഴുതിയത് ഇപ്രകാരമാണ്. ഈ മനുഷ്യൻ വിചാരിച്ചു എന്നോടും ചോദിക്കും, ആർ യു ഓക്കെ? തിരിച്ചും ചോദിക്കേണ്ടത് അങ്ങനെയല്ലേ, ആർ യു ഓൾസോ ഓക്കെ? എന്നാൽ അതിന് പകരം എഴുതിയതായിട്ടുള്ള വാക്ക് ഇപ്രകാരമാണ്: നിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറിക്കൊള്ളും. എന്നിട്ട് ആ കഥയിൽ പറയുന്നുണ്ട്, ഈ രാത്രിയിൽ മടങ്ങി വീട്ടിൽ പോകാനായിട്ട് ആഗ്രഹിച്ചതായുള്ള ഈ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് വീടില്ലായിരുന്നു.
അപ്പോൾ പറഞ്ഞു, ഞാനൊരു അന്ധനെ മനസ്സിലാക്കുന്നതിനായിട്ടാണ് ശ്രമിച്ചത്, എന്നാൽ അവൻ എന്നെ കൂടുതലായിട്ട് വായിച്ചു. അല്പം നേരം കൊണ്ട് അവനോട് ഇടപെട്ടതായുള്ള വേള കൊണ്ട് അവൻ എന്നെ വായിച്ചു. എൻ്റെ മനസ്സിൻ്റെ വ്യഥകൾ, പ്രയാസങ്ങൾ ഒക്കെ തിരിച്ചറിയുവാൻ തക്കോണിടയായിട്ട് തോന്നുന്നു. കാഴ്ച എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ആവശ്യമുള്ളതായിട്ടുള്ള ഒന്നാണ്. കാഴ്ച ഈ വേദഭാഗത്തെ പറയുന്നത് അവന് വഴിയുടെ അരികെ ഇരുന്നതല്ല, വഴിയോരത്തിൽ ഇരുന്നതല്ല ഒരു മനുഷ്യനാണ്. എല്ലാ ആളുകളും ഈ വഴിയോരത്തിൽ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആകണമെന്നില്ല. ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അതിലൊന്നാണ്. അതുകൊണ്ട് ഭിക്ഷ യാചിക്കുന്നു, ഭിക്ഷ കൊണ്ട് ജീവിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഇവനൊരു അംഗവൈകല്യമുള്ളതായുള്ളൊരു മനുഷ്യനാണ്. ഞാനിപ്പോൾ പറയുന്നതായുള്ള വാക്ക് ഭിന്നശേഷി എന്നല്ല, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ്. വേറൊരു രീതിയിൽ മറ്റുള്ളവരെ വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കഴിവുള്ളതായുള്ള ഒരാൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ്. ഞാൻ പറഞ്ഞതായുള്ള കഥയിൽ അതാണല്ലോ, ഹി വാസ് ഡിഫറൻ്റ്ലി ഏബിൾഡ്. ആർ യു ഓക്കെ എന്ന് ചോദിച്ചതല്ല അവസ്ഥ, നിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറിക്കൊള്ളൂ എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നത് അവനെ വായിച്ചതുകൊണ്ടാണ്. ഹി വാസ് ഡിഫറൻ്റ്ലി ഏബിൾഡ്. ഈ മനുഷ്യനെ വഴിയരികിലിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഹി വാസ് എ ബെഗർ, ഹി വാസ് എ ബ്ലൈൻഡ് മാൻ. എന്തുകൊണ്ടാണ് വഴിയരികിലിരുന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നത്? ധാരാളം ആളുകൾ അതുവഴിയായിട്ട് പോകുന്നതായുള്ളൊരു സ്ഥലത്താണ്, എരിഹോവിലാണ്. അത് അങ്ങോട്ട് കഴിഞ്ഞ് യെരുശലേമിലേക്ക് പോകുന്നതായുള്ള വഴിയുടെ അരികിലാണ് അവനിരിക്കുന്നത്. പ്രത്യേകിച്ച് യേശു പോയതായുള്ള അവസരം ഫെസ്റ്റിവൽ ടൈമാണ്. ഒത്തിരി ആളുകൾ യെരുശലേമിൽ പോകുന്നതായുള്ള അവസരം, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് യെരുശലേമിലേക്ക് പോകുന്നതായുള്ള ആളുകളുണ്ട്. എരിഹോവിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എരിഹോ ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമാണ്, ബിസിനസ് സെൻ്ററാണ്. അവിടെ വന്നിട്ട് പോകുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ധാരാളം ആളുകളുടെ അനുകമ്പ ഉണ്ടാകുവാൻ്റെ കോണം താല്പര്യപ്പെട്ട് അപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ. ആ വഴികരിയിലിരുന്നതായിട്ടുള്ള കുരുടനായിട്ടുള്ള മനുഷ്യൻ യേശുവിനെ വിളിച്ചത് യേശു കേട്ടു. ഈ സുവിശേഷ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ഇടയാവുന്നത് യേശു ഈ പുരുഷാരം കാണാത്തതായുള്ള പല കാര്യങ്ങളെയും കാണുകയും അറിയുകയൊക്കെ ചെയ്തതായുള്ള വ്യക്തിയാണ്. യേശു ഒരു സിനഗോഗിലിരിക്കുമ്പോൾ വരണ്ട കൈയുള്ള മനുഷ്യനെ കണ്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. യേശു സിനഗോഗിൽ ആരാധിക്കുവാനായിട്ട് പോയതായുള്ള അവസരത്തിൽ കൂനിയായുള്ളൊരു സ്ത്രീയെ കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. വളരെ പുരുഷാരെ യേശുവിനെ തിക്കിക്കൊണ്ടിരുന്ന അവസരത്തിൽ യേശു ചോദിക്കുന്നുണ്ട്, എൻ്റെ തൊങ്ങലിൽ തൊട്ടത് ആരാണ്? നമ്മളുടെ മനസ്സിൽ പോലും വരുവാൻ കഴിയാത്തതല്ല പല കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ, നോട്ടത്തിലെ, പെരുമാറ്റത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടതായുള്ളൊരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത്. അവൻ വന്ന് യേശുവിനോട് പറയണം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത് മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, യേശു ഗലീലയിൽ നിന്ന് പടക് കയറി ഗദരദേശത്തേക്ക് പോയി. എൻ്റെ അവസാനം നാം വായിക്കുന്നുണ്ട്, യേശു അവിടെ നിന്ന് പടക് കയറി ഗലീലയിലേക്ക് പോരുകയും ചെയ്തു. എന്തിനാണ് അവിടെ പോയത്? ഒരു മനുഷ്യനെ കാണുന്നതിനായിട്ടാണ്. അവൻ്റെ പേര് ലഗ്യോൻ എന്നാണ് അവൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു പേരല്ല, പേരില്ലാത്തതായുള്ള മനുഷ്യൻ. അവനെ കൊണ്ടുപോയി കല്ലറയുടെ ഇടയിലേക്ക് ഇട്ടിരിക്കുകയാണ്. സമൂഹത്തിൽ വേണ്ട, ജനങ്ങളുടെ ഇടയിലെങ്കിലും വേണ്ട, സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നിഷ്കാസിതനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഈ ഡോക്ടർ വന്ദനാദാസിനെ കുറിച്ചുള്ള വിധി വന്നത് വാർത്തയിലൂടെ നാം വായിച്ചതായ ദിവസമാണ് ഇന്ന്. ഈ
ഈ വന്ദനാദാസിനെ കുത്തി കൊന്നതായിട്ടുള്ള സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം 2.5 വർഷം മുമ്പ് നടന്നതായിട്ടുള്ള സംഗതിയാണ്. അവളെ കുത്തി കൊല്ലുവാൻ്റെ കോണം ഇടയാക്കി തീർത്തത് ഒരധ്യാപകനാണ്. സന്ദീപ് എന്നാണ് പേര്. ഒരു അധ്യാപകനായിരുന്നു. കുട്ടികളെ അറിയാം, സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറണമെന്നറിയാം. ഇതൊക്കെ അറിയാവുന്നതായുള്ള ഒരാളാണ് മദ്യപിച്ച് ലക്കില്ലാതെ അവളെ കുത്തിക്കൊന്നത്. കോടതി അവനെ വിധിച്ചത് ജീവപര്യന്തമാണ്. മറ്റ് പല കുറ്റങ്ങൾക്ക് 30 വർഷവും അതിൻ്റെ കൂടെ ജീവപര്യന്തവും. അങ്ങനെയാണ് വിധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഈ വഴിയരികിൽ തള്ളപ്പെട്ടതല്ല മനുഷ്യനെ പോലെ സമൂഹത്തിൽ മാറ്റുകയാണ്. നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നീ സമൂഹത്തിൽ ജീവിക്കുവാൻ കൊള്ളാവുന്നവനല്ല. അവൻ്റെ എക്സ്ക്ലൂഷനാണ്, മാർജിനലൈസേഷനാണ്. വേണ്ട. നീ മറ്റുള്ളവരുടെ മധ്യത്തിലൊക്കെ ജീവിച്ചാൽ അപകടകാരിയാണ്. അതുകൊണ്ട് വേണ്ട. തള്ളപ്പെടുന്നതായുള്ള വ്യക്തിത്വം. വാരണാസിയിലെ കോളേജിൽ ഒരു കുട്ടിയെ വെടിവെച്ച് കൊന്നതായിട്ട് നാം വായിക്കുകയുണ്ടായി. ഇന്ന് സുഹൃത്താണ്, കൂട്ടുകാരനാണ്. ക്യാൻ വി ട്രസ്റ്റ് എ ഫ്രണ്ട് ഓഫ് അവേഴ്സ്? നമ്മളുടെ കൂട്ടുകാരെ നമുക്ക് വിശ്വസിക്കാനായിട്ട് ഒക്കുമോ? മറ്റൊരു കുടുംബത്തിൽ സംഭവിച്ചത് 3 കുട്ടികളെ വിഷം കൊല്ലുന്നു. എന്നിട്ട് അമ്മയും മകളും കൂടെ ഞാന്ന് ചത്തു. 5 പേര്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള കൊച്ചിയിൽ നടന്നതായുള്ള സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വാരണാസി നമ്മുടെ ദേശത്ത് നടന്നതായുള്ള സംഗതിയാണ്. മറ്റേത് കൊട്ടാരക്കരയ്ക്ക് ഡോക്ടറായിട്ട് പോയതായിട്ടുള്ള ഡോക്ടർക്ക് സംഭവിച്ചതായുള്ള കാര്യമാണ്. മനുഷ്യ ജീവിതത്തെ ആദരിക്കുവാൻ കഴിയാതെ പോകുന്നതായുള്ളൊരു സമൂഹം. വിദ്വേഷമായിരിക്കാം, പകയായിരിക്കാം, വെറുപ്പായിരിക്കാം. ഇതിനെല്ലാം നമ്മൾ അടിമകളായിട്ട് തീരുന്ന അവസരത്തിൽ ജീവിതത്തിൽ സംഭവിച്ചു കൂടുന്നതായുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. എന്താ അതിൽ നിന്നൊക്കെ പഠിക്കുവാനായിട്ടുള്ളത്? വി ബീയിങ് എ ഡിഫറെൻറ്റ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റി, യേശുവിൻ്റെ അനുയായികളാണ് എന്നുള്ളതിൽ യേശു സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി മനുഷ്യ ജീവിതത്തോടെ പെരുമാറി. അതാണ് ഇവിടെയും കാണുന്നത്. വഴിയരികിലിരുന്നതായുള്ള മനുഷ്യനെ ആദരിക്കുന്നു. മറ്റുള്ളവരാരും അവൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. കേൾക്കാൻ താല്പര്യവുമില്ല. അവനെ ശബ്ദിച്ചതായുള്ള അവസരം മിണ്ടാതിരിക്കുക എന്നാണ് അവനോട് പറയുന്നത്. എന്നാൽ യേശു നിന്ന് അവനെ വിളിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് നിന്നെ കേൾക്കുവാനായിട്ട് സമയമുണ്ട്, കം. നൈസർഗികമായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു കഴിവാണ് കേൾക്കുക എന്നുള്ളത്. ഞാനൊരിക്കൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. അവൻ ആ അവസരത്തിലൊക്കെ വിവാഹമൊക്കെ കഴിച്ച കുടുംബമായിട്ട് പാർക്കാണ്. ഒരു കുട്ടിയുണ്ട്. മെത്രാച്ചനായതിനു ശേഷം ആദ്യമായിട്ട് പോയതാണ്. അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. അവരോടുകൂടെ ചായ കുടിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ചായ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്കത് കാണാം. എന്നാൽ ഈ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ആ ചായ പാത്രം അവിടെ വെച്ചിട്ട് സ്റ്റെയർകേസ് കയറി മുകളിലോട്ട് പോകുന്നതായിട്ടുള്ള ഗൃഹനാഥയാണ് ഞാൻ കണ്ടത്. ഞാനെൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, എന്നാ പറ്റി? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞതാണ്, അവൾ ആ ശബ്ദം കേട്ടുകൊണ്ട് ഓടിയതാണ്. ഒരു കുഞ്ഞ് ഉറങ്ങുന്നതിൽ നിന്ന് ഉണർന്ന് കരയുമ്പോൾ ആരാ ശബ്ദം കേൾക്കുന്നത്? എൻ്റെ പേരാണ് അമ്മ അല്ലെങ്കിൽ അപ്പൻ.
ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇവിടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ ഇരിപ്പില്ല. ഇല്ലെങ്കിൽ എനിക്കൊരു കാര്യം നിശ്ചയമാണ്, ആ കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്നതല്ല മാതാപിതാക്കളുടെ കണ്ണ് ആ കുഞ്ഞിലായിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങളുടെ മടിയിലൊക്കെ അവിടെ എടുത്തിരുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ നോക്കേണ്ടതായുള്ള കാര്യമില്ല. അറിയാം കയ്യിലിരുന്ന് എന്തെങ്കിലും ചെയ്താൽ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കണ്ണുമൊക്കെ ആ കുഞ്ഞിലായിരിക്കും. ജീവിക്കുന്നതായുള്ള ഈ ലോകത്തിൽ തിരക്കിനിടയിൽ ശബ്ദങ്ങൾ കേൾക്കുവാനായിട്ട് കഴിയുമോ? എത്രയോ ശബ്ദങ്ങളാണ്, രോദനങ്ങളാണ് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുമോ? നാം വായിക്കുന്നത് യേശു നിന്നു എന്നാണ്. നിൽക്കുക മാത്രമല്ല, യേശു പറഞ്ഞു, അവനെ വിളിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഉടനെ അവൻ ചാടി എഴുന്നേറ്റ് തൻ്റെ പുതപ്പൊക്കെ ഇട്ട് കളഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഒരല്പം ക്രൂരമായി പോയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം അന്ധനായിട്ടുള്ള മനുഷ്യനോട് വരാനായിട്ട് തന്നെ പറയുന്നു. എന്നാൽ അവൻ അതൊക്കെ അറിയാം. അതുകൊണ്ടാണ് മുമ്പേ ഞാൻ പറഞ്ഞ ഡിഫറൻ്റ്ലി ഏബിൾഡാണ്. അവർക്ക് വഴിയൊക്കെ അറിയാം, അവർക്ക് പോകാനായിട്ടും അറിയാം, വരാനായിട്ടും ഒക്കെ അറിയാം. അതുകൊണ്ട് യേശു അവനെ വിളിച്ചതായുള്ള അവസരത്തിൽ തന്നെ ചാടി എഴുന്നേറ്റാണ് അവിടേക്ക് പോകുന്നത്. ഇപ്പോൾ യേശു അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു? അവൻ നല്ലതായിട്ട് ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച ലഭിക്കണം. എവിടേക്കാണ് യേശു യാത്ര ചെയ്തതെന്ന് അറിയാമോ? യേശു ഗലീലയിലെ എല്ലാ ശുശ്രൂഷകളും നിർവഹിച്ചതിന് ശേഷം ഇപ്പോൾ യെരുശലേമിലേക്ക് പോവുകയാണ്. മറ്റ് യെരുശലേമിൽ പോകുന്നതായുള്ള ആളുകളൊക്കെ മടങ്ങി അവരുടെ വീട്ടിൽ പോകാനായിട്ടുള്ളവരാണ്. മാരാവണ് പോകുന്ന പോലെയാണ്. നമ്മൾ മാരാവണ് പോകുന്നത് തിരിച്ച് വീട്ടിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. എന്നാൽ യേശു യെരുശലേമിലേക്ക് പോകുന്നത് അവിടെ മരിക്കുന്നതിനായിട്ടാണ്. താൻ മരിക്കും എന്നുള്ളത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞിട്ടാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ യേശുവിൻ്റെ കുരിശ് എന്ന് പറയുന്നത്, ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് എന്താ ദൈവം ഈ ലോകത്തിൽ ചെയ്തത്? സകലർക്കും രക്ഷ നൽകുകയാണ്. Opened a way for salvation for everything that is in the creation. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാവർക്കും. അങ്ങനെയെങ്കിൽ ഈ അന്ധനായുള്ള മനുഷ്യൻ എവിടെയാണ്? അവന് വേണ്ടിയും കൂടിയാണ് യേശു യെരുശലേമിലേക്ക് പോകുന്നത്. അവന് വേണ്ടിയും കൂടിയാണ് യേശു യെരുശലേമിൽ യാഗമായി തീരുവാനായിട്ട് പോകുന്നത്, മരിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മളിപ്പോൾ നോയമ്പിൻ്റേതായുള്ള കാലഘട്ടത്തിലാണല്ലോ. നോയമ്പിൻ്റേതായുള്ള ദിവസങ്ങളൊക്കെ ക്രൂശിനെ ധ്യാനിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കേണ്ടത്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. ക്രൂശിതനായുള്ള യേശു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥന. ഇവിടെ ദാവീദ് പുത്രാ എന്നോട് കരുണ ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ അന്ധനായുള്ള മനുഷ്യന് വേണ്ടിയും ആണ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അവനെ എക്സ്ക്ലൂഡ് ചെയ്യല്ല, അവനെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അവനെ അടുക്ക വരുവാനായിട്ട് വിളിക്കുന്നുണ്ട്. എന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യമെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിത സാഹചര്യത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടതായിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഈ 12 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ വരുന്നതിനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരുങ്ങിയിരുന്നില്ല, നിങ്ങൾ വിചാരിച്ചില്ല അതുണ്ടാകുമെന്ന്. എന്നാൽ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വേണ്ടി അവരെ തടയരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ചർച്ചിൻ്റെ ഒരു മിനിസ്ട്രി കൂടിയാണ് കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക, അവരുമായിട്ട് ചേർന്ന് നിൽക്കുക.
ഇത് നിങ്ങൾ ഈ സ്തോത്ര കാഴ്ച എടുത്ത സമയത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതാണ്. യു ഹാവ് ഡൺ ദാറ്റ്, വെരി ഗുഡ്. എന്നാൽ നാം ചെയ്യേണ്ടതായുള്ള ഒരു മിനിസ്ട്രിയാണ്. അവർ ദേവാലയത്തിൽ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ തലയെ കൈവയ്ക്കുന്നതായുള്ള അനുഭവം അവർക്ക് കൂടിയുള്ളതാണ്. ഇത് നിർവഹിക്കേണ്ടതാണ്. നിങ്ങളുടെ വികാരത്തിനൊരു പണിയൊക്കെ തന്നിട്ട് ഞാൻ പോകാൻ പോകുന്നത്. ഇനി അടുത്ത ആഴ്ച മുതൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, അച്ഛാ എന്നാ ചെയ്യാൻ ഞാൻ. അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇനി കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് വരാനൊക്കത്തില്ല, അവരെ കൂടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നിങ്ങളെ കൊണ്ടുവരും. ഇതിലേത് വേണമെന്ന് ആലോചിച്ചാൽ മതി. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവാൻ അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ കണ്ടുപിടിക്കുവാനൊക്കെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതായുള്ള അവസരം. അത് വീട്ടിൽ മാത്രമല്ല, ഈ ഇടവേലും. ഇനിയിപ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിൻ്റെ സമർപ്പണ ശുശ്രൂഷ നടക്കുവാനായിട്ട് പോവുകയാണ്. അവരെല്ലാം ദേവാലയത്തിൽ നമ്മളെ സ്നാനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. മാമോദിസയുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് അവരും പറയാനായിട്ട് പോകുന്നത്. എന്നാൽ അന്നവിടെ മാതാപിതാക്കളുണ്ടായിരുന്നു, ഗോഡ് പേരൻസ് ഉണ്ടായിരുന്നു. ആരാണ് ഈ ഗോഡ് പേരൻസ്? ഗോഡ് പേരൻസ് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാണ്. ഈ കുഞ്ഞിനെ മാമോദിസ മുക്കിയതിന് ശേഷം കുഞ്ഞിനെ വെള്ളത്തിൽ നിന്നെടുത്തിട്ട് അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലേക്ക് അല്ല കൊടുക്കുന്നത്, ഇടവകയിലേക്കാണ് നൽകുന്നത്. ഇടവകയുടെ പ്രതിനിധിയായിട്ടുള്ള, വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഗോഡ് പേരൻ്റെ കയ്യിലായിട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ മാതാപിതാക്കൾക്ക് മാത്രമല്ല, വീട്ടുകാർക്ക് മാത്രമല്ല ചുമതല, ഈ ഇടവകയ്ക്കും ചുമതലയാണ്. എൻ്റെ ഇന്ന് ഈ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഇവിടെ വന്ന് മുട്ടുകുത്തി അവരുടെ സമർപ്പണ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന അവസ്ഥയിൽ അവരുടെ മാതാപിതാക്കളും ഗോഡ് പേരൻസും മാത്രമല്ല സന്തോഷിക്കേണ്ടത്, ഇടവക തന്നെ സന്തോഷിക്കണം. നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രതിനിധികളായിട്ട് അവരെ വിശ്വാസമായിട്ട് പറയാനായിട്ട് പോവുകയാണ്. സന്ധ്യത്തോളം പാലിക്കപ്പെടേണ്ടതായുള്ള വിശ്വാസം, നിലനിർത്തേണ്ടതായുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ നിലനിന്ന് വളർന്നു വന്ന് ഫലം കഴിക്കുവാൻ അവർക്കിടയായിട്ട് തരണം. പുതപ്പും ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് വരുന്നതായിട്ടുള്ള തിമായിൻ്റെ മകനായിട്ടുള്ള കുരുടൻ. പുതപ്പ് അവൻ്റെ പ്രൊട്ടക്ഷനായിരുന്നു. തണുപ്പത്തും ചൂടത്തുമൊക്കെ വേണ്ടതായിട്ടുള്ള കവറേജ് നൽകുവാൻ്റെ ഇടയായിത്തീരുന്നതായുള്ള പുതപ്പ്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം കൽപ്പിച്ചിരുന്നതായുള്ള പുതപ്പ് ഇട്ട് കളയാണ്. എന്തുകൊണ്ട്? ഇനി എനിക്ക് വേറെ പ്രൊട്ടക്ഷനൊന്നും ആവശ്യമില്ല, എൻ്റെ പ്രൊട്ടക്ഷൻ എനിക്ക് നൽകുന്നത് കർത്താവാണ്, ഞാൻ അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കർത്താവിനെ വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് പോയി കഴിയുമ്പോൾ ഇനിയും കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുവാനായിട്ട് പോകുന്നത്. ഞാനിപ്രകാരം ഒരിടത്തെ വായിക്കുകയുണ്ടായി, ദോസ് ഹു ലീവ് എവറിത്തിങ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. ജീവിതത്തിൻ്റെ എല്ലാം ദൈവത്തിന് കരങ്ങൾ നൽകുവാനായിട്ട് ഇടയായിട്ട് തീരുമ്പോൾ വിൽ ഇവൻച്വലി സീ ഗോഡ്സ് ഹാൻഡ് ഇൻ എവറിത്തിങ്. എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരുന്നു. യേശുവിൻ്റെ കാഴ്ചയും യേശുവിൻ്റെ കരുതലും നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്. കുരിശിൽ വേദനയേറ്റ് മരിക്കുന്നതായുള്ള അവസരത്തിൽ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതായുള്ള അമ്മയും ശിഷ്യനെയും കാണുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്ന് പറഞ്ഞതായുള്ള കർത്താവ് പറയുകയാണ്, മറിയേ ഇതാ നിൻ്റെ മകൻ, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുകയാണ്. ഒരിടവകയിൽ നമുക്കുണ്ടാവേണ്ടതായുള്ള കൂട്ടായ്മ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആളുകളുമായിട്ടുള്ളൊരു കൂട്ടായ്മ അതനുഭവിപ്പാൻ നമുക്ക് സാധിക്കണം. ചില ആളുകൾ കുർബാനയൊക്കെ കൊണ്ടതിന് ശേഷം വീട്ടിൽ പോകുന്നതല്ല എഴുതിയുണ്ട്. ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ ചെയ്യുകയും വരുത്, അതല്ല ആവശ്യം.
ചിലർ പരസ്യം നടത്തുന്നതായുള്ള അവസരത്തിലൂടെ കാണുകയില്ല, അങ്ങ് പോവും. അതും ശരിയല്ല. ഇവിടെ വരുന്നത് ദൈവവുമായുള്ള സംസർഗം അനുഭവിക്കാനായിട്ട് മാത്രമല്ല, അത് വേണം, കുർബാനയിൽ പങ്കാളിത്തം വഹിക്കണം. പിന്നെ അന്യോന്യമുള്ള കൂട്ടായ്മയും കൂടെ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. നീ കണ്ടിട്ടുള്ള സഹോദരനെ നിനക്ക് സ്നേഹിപ്പാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നീ കണ്ടിട്ടില്ലാത്തതായുള്ള ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നത്? നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. സ്നേഹത്തിൻ്റേതായുള്ള പാഠങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിലൂടെ. ലോകം വേണ്ട എന്ന് പറയുന്നതായുള്ള കള്ളൻ്റെ പ്രാർത്ഥന കേട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. നീ മഹത്വത്തിൽ വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് ഒരു കള്ളൻ പറയുന്നതല്ല അവസരം. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും, ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. തൊട്ടടുത്തുള്ളതായുള്ള കാര്യങ്ങളും ചുറ്റുപാടുമുള്ളതായുള്ള കാര്യങ്ങളും എല്ലാം ദർശിക്കുന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് കാഴ്ച ലഭിക്കണമെന്ന് പറയുന്നതായുള്ള അവസരത്തിൽ എന്ത് കാഴ്ചയാണ് നമുക്ക് ലഭിക്കേണ്ടത്? ഒന്ന്, ദൈവം നമ്മെ കാണുന്ന പോലെ നമ്മെ കാണുവാനൊക്കെയുള്ള ഒരു കണ്ണ് നമുക്കുണ്ടാവണം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ കാണുന്നതായിട്ടുള്ള ഒരു സ്വഭാവം. രണ്ട്, പരിസരങ്ങളെ കാണുവാനൊക്കെയുള്ള കണ്ണ് നമുക്കുണ്ടാവണം. ചുറ്റുപാടുമുള്ളതിനെ നാം കാണണം, മറക്കാനായിട്ടില്ല, കണ്ടിട്ടേ കാണാതെ കടന്നു പോകാനായിട്ടില്ല. അങ്ങനെ ചെയ്തതെല്ലാം ശരിയല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. കാണണം, ചുറ്റുപാടുകളെ കാണണം. മൂന്നാമത്, ദൈവം നൽകിയിട്ടുള്ള മനോഹരമായുള്ള പ്രകൃതിയെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് സാധിക്കണം. സ്വയമായിട്ട് കാണുന്നതിനിടെയാണ്, ചുറ്റുപാടുകളെ കാണുന്നതിനിടെയാണ്, ലോകത്തെ കാണുന്നതിനായിട്ടിടെയാണ്. ഇതാണ് കാഴ്ച എന്ന് പറയുന്നത്. ഈ കാഴ്ചയാണ് ഈ കുരുടനായുള്ള മനുഷ്യനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ മനുഷ്യന് അത് കഴിഞ്ഞ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, അവന് പുതപ്പോട് ഇട്ട് കളഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവന് ആരാ സമ്പത്ത്? യേശുവാണ് സമ്പത്ത്. എൻ്റെ സമ്പത്ത് യേശുവാണ്. അതുകൊണ്ട് യേശു യാത്ര ചെയ്യുന്നതല്ല, യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് മനസ്സിലാക്കുന്നത്. തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനല്ല, തൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നതിനല്ല, തൻ്റെ ഗ്രാമത്തിൽ പോകുന്നതിനായിട്ടല്ല, യെരുശലേമിലേക്ക് പോകുന്നതിനായിട്ട് മനസ്സിലാക്കുകയാണ്. യേശുവിനോട് കൂടെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യാം. കുരിശിൻ്റെ അർത്ഥതലങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്കും ഇടയായിട്ട് തീരണം. അവൻ്റെ ജീവിതത്തിൻ്റേതായുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൽ പ്രാപിപ്പാൻ്റെ കോണം യേശുവിനെ അനുഗമിക്കുന്നതായാലൊരു മനുഷ്യനെ അത്ര നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ടാണ് കർത്താവിനോട് നോക്കിക്കൊണ്ട് പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ കുരുടനായുള്ള മനുഷ്യനിൽ ഈ സംഭവത്തിൽ എവിടെയാണ് അവൻ്റെ വിശ്വാസത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്? അവൻ്റെ വിശ്വാസം അവൻ്റെ പുതപ്പെ കളഞ്ഞതിന് ശേഷം യേശുവിനെ മുറുകെ പിടിക്കുന്നതായുള്ള അനുഭവത്തിലാണ്. അവിടെയാണ് അവൻ്റെ വിശ്വാസത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. സക്കായോട് ഇന്ന് ഈ വീട്ടിന് രക്ഷയുണ്ടായി എന്ന് യേശു പറയുന്നതായുള്ള അനുഭവമുണ്ട്. അവിടെ കർത്താവ് പറയുന്നതിൻ്റെ കാര്യം എന്നാ? സമ്പത്തിനേക്കാൾ അധികമായി ലോകത്തിൽ അനുഗ്രഹങ്ങളെ നൽകുന്നതാളുടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം സക്കായി ഇടയായിട്ട് തീർന്നു എന്നതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ചേർന്ന് വന്ന് ദൈവത്തെ കാണുന്നു, ദൈവത്തെ അറിയുന്നു, ദൈവമായുള്ള സംസർഗം അനുഭവിക്കുന്നു എന്നൊക്കെ നാം പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഓർത്തുകൊള്ളുക, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ മുറുകെ പിടിക്കുന്ന വിശ്വാസ വീരന്മാരായി, വനിതകളായി ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതാകുന്നു. ജീവിതത്തെ പ്രതിരോധിക്കുന്നതായുള്ള എല്ലാ പ്രതിരോധ മാർഗങ്ങളെയും ശക്തികളെയും അതിജീവിപ്പാൻ്റെ കൊണ്ടിടയായിട്ട് തീർന്നു. അവൻ അധികം നിലവിളിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അവൻ യേശുവിനെ നോക്കി ദാവീദുപുത്രനോട് കരുണയുണ്ടാകണമെന്ന് അവിടെ ഇരുന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ അവനോട് മിണ്ടാതിരിപ്പാൻ പറയുന്ന അവസരത്തിൽ അധികം നിലവിളിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് അവൻ്റെ ഇച്ഛാശക്തി വളരെ വലുതാണ്. അതുപോലെ തന്നെ അവൻ്റെ ശബ്ദവും വളരെ വലുതാണ്. യേശു കേൾക്കണം, യേശു അറിയണം, എനിക്ക് യേശുവിൻ്റെ അടുത്ത് പോകണം. ആ താല്പര്യങ്ങളെ മാനിക്കുന്നതല്ല യേശുവിനെ അത്രേ കാണാനായിട്ടിടയാവുന്നത്. അതുകൊണ്ട് യേശുവെ ദാവീദുപുത്രാ എന്നോട് കരുണ ഉണ്ടാകണമേ എന്നെ പ്രാർത്ഥിച്ചതായിട്ടുള്ള ഈ അന്ധനായിട്ടുള്ള മനുഷ്യൻ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, യേശുവിൽ നിന്ന്
ജീവിതത്തിൻ്റേതായുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിപ്പാനൊക്കെ ഇടയായിട്ട് തോന്നുന്നു. അതാണ് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തവും യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഒക്കെ നമുക്ക് നൽകപ്പെടുന്നതും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും മാത്രമല്ല, ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതാണ് നാം ഓരോരുത്തരും ഇതിൻ്റെ ഭാഗഭാക്കുകളാണ് എന്നത് എപ്പോഴും ഓർത്തിരിക്കണം. യേശു എന്തിനു വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ചോ, യേശുവിൻ്റെ വീക്ഷണം എന്തായിരുന്നു, കാഴ്ചപ്പാട് എന്തായിരുന്നു, അതനുസരിച്ച് ജീവിപ്പാനായിട്ട് യേശു എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തി പുതുക്കി സമർപ്പിച്ച് ദൈവമക്കളായിട്ട് ജീവിപ്പാൻ, കാഴ്ചയുള്ളവരായിട്ട് ജീവിപ്പാൻ ഇടയായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഇതിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ഇന്നേ ദിവസം ഞങ്ങൾ ഇടയാക്കി തീർത്തതോർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അന്ധനായുള്ള മനുഷ്യനെ കാഴ്ച നൽകിയതായുള്ള കർത്താവിനെ ഇന്നെ കാണുവാൻ്റെ കൊണ്ട് ഞങ്ങൾക്കിടയായല്ലോ. സ്വയത്തെ കാണുന്നതായുള്ള കാഴ്ചയും പരിസരങ്ങളെ കാണുന്നതായുള്ള കാഴ്ചയും ഭൂതലത്തിൻ്റെ മനോഹാരിതയെ ദർശിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായുള്ള കാഴ്ചയും ഞങ്ങൾക്കെല്ലാവർക്കും നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പുതപ്പും വിട്ടുകളഞ്ഞ് യേശുവിനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് യേശു ഉള്ളവനായി ജീവിച്ചതായുള്ള കുരുടനായുള്ള മനുഷ്യനെ പോലെ ഞങ്ങളും യേശു ഉള്ളവരായിട്ട് ജീവിപ്പാണ്ടക്കോണം ഞങ്ങളുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, ഇടവയെ വാഴ്ത്തണമേ, മാനവ മഹത്വം അവിടുത്തേക്ക് അറിയിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.